വിനേഷ്, കഴിഞ്ഞ ദിവസം പ്രതികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഈ തടികളുടെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് വന്ന തീർപ്പ് അല്ലെങ്കിൽ തീരുമാനം. തടികൾക്ക് മേൽ യാതൊരു അവകാശമില്ല എന്ന് പറയുന്ന വിശദമായ വിധിപ്പകർപ്പാണ് വരുന്നത്. അതിൽ ഒരു ചുള്ളിക്കമ്പ് പോലും കാട്ടിലെ അല്ലെങ്കിൽ ഈ തടികളിൽ നിന്ന് ഈ മരങ്ങളിൽ നിന്ന് മുറിക്കാനുള്ള ലൈസൻസ് പോലും ഇല്ല എന്ന പരാമർശം കൂടിയുണ്ട് വിധിയിൽ. ഗോകുൽ, തീർച്ചയായും ഇത് പ്രതികൾക്ക് കനത്ത തിരിച്ചടിയാവുന്നതാണ് ഈ ഒരു വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാരണം ഇതിൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം പ്രതികളുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ നിൽക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 2020 ഒക്ടോബറിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദ ഉത്തരവ്. അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലക് IAS ആണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയത്. ആ ഉത്തരവിന് യാതൊരു തരത്തിലുള്ള നിയമസാധുതയും ഇല്ല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത് ഒരു നിലവിലുള്ള ഒരു നിയമത്തെ മറികടക്കാൻ ഒരു ഉത്തരവിന് കഴിയില്ല എന്നാണ് പറയുന്നത്. 2021 ഫെബ്രുവരിയിൽ ഈ ഉത്തരവ് വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ഈ കാലയളവിൽ വലിയ തോതിലുള്ള മരം കൊള്ളയ്ക്ക് വയനാട് സാക്ഷ്യം വഹിച്ചു. 120ഓളം ഈട്ടിത്തടികൾ 100, 150, 200, 250 വർഷം പഴക്കമുള്ള മരങ്ങളാണ് വ്യാപകമായി വെട്ടിവെളുപ്പിച്ചത്. വ്യാപകമായി വെട്ടിക്കടത്തുന്നതിനിടയിലാണ് ഇത് പിടികൂടിയത്. ഈ പിടികൂടിയത് DFO പിന്നീട് കണ്ടുകെട്ടുകയുണ്ടായത്. ഈ DFOയുടെ നടപടി സാധൂകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. നമുക്കറിയാം, ഇതിൽ കാണിച്ചിരിക്കുന്നത് 1960 ശേഷം നട്ടുവളർത്തിയതും കിളിർത്തതുമായ മരങ്ങൾ മുറിക്കാനുള്ള ഒരു അനുമതിയാണ്, ഈ വിവാദ ഉത്തരവാണ് ഇറങ്ങിയത്. പക്ഷേ ഇതിനു മറവിൽ വ്യാപകമായി തന്നെ 250 വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ, ഈട്ടിമരങ്ങൾ ഇവിടെ നിന്ന് കൊള്ള ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ DNA പരിശോധന പൂർത്തിയാക്കിയപ്പോൾ ഇതെല്ലാം തന്നെ വ്യക്തമായതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിധി. 41ാമത്തെ പോയിന്റാണ് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. വനസമ്പത്ത്, അതായത് വനസമ്പത്തിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഈട്ടിത്തടി. ഈ ഈട്ടിത്തടി സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു പരാമർശം തന്നെയാണ്. വളരെ കൃത്യമായി തന്നെ ഓരോ പോയിന്റും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ഇതിനകത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം മരം സർക്കാരിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി പ്രതികളുടെ ശിക്ഷയും മറ്റു കാര്യങ്ങളും തുടർ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും കുറ്റപത്രം ഇപ്പോഴും സമർപ്പിക്കുന്ന നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് ഇതിനകം തന്നെ 42 കേസുകൾ എടുത്തിട്ടുണ്ട്. മൊത്തം വനം, റവന്യൂ, പോലീസ് ഉൾപ്പെടെ 120 കേസുകളാണുള്ളത്. ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു നടപടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അറിയേണ്ടത് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്കുള്ള ശിക്ഷയുമാണ് യഥാർത്ഥത്തിൽ അറിയേണ്ടത്. നമുക്കറിയാം, ഈ ഉപാധികളോടെ പട്ടയം നൽകിയ വയനാട്ടിലെ ഭൂമിയാണ്. ഉപാധികളോടെ പട്ടയം നൽകിയ ഭൂമിയിൽ നിന്ന് 1960 ശേഷമുണ്ടായ മരങ്ങൾ മുറിക്കാനാണ് ഈ ഉത്തരവെങ്കിൽ പോലും 200, 250 വർഷം പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു കിടത്തുകയായിരുന്നു. കർഷകരെ ഉൾപ്പെടെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതികളായ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും ഇത്രയും വലിയ ഒരു ഈട്ടിക്കൊള്ള നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് പ്രതികൾക്ക് കൈകഴുകാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള സർക്കാരിൻ്റെ നടപടികളും പ്രോസിക്യൂഷൻ എത്രത്തോളം ശക്തമായി നിൽക്കും, അതനുസരിച്ചായിരിക്കും പ്രതികൾ കുറ്റക്കാരാണോ അല്ലെങ്കിൽ പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. മറ്റൊരു കാര്യം കൂടി കോടതി എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ വയനാട് അഡീഷണൽ ജില്ലാ കോടതിയിൽ പ്രതികൾ വിചാരണയ്ക്ക് യഥാസമയം ഹാജരാവുന്നില്ല എന്നുള്ള വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി കോടതി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ സംഭവം, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും ഈ കേസിലകപ്പെട്ട പ്രതികൾ കോടതിയിൽ ഹാജരാവുന്നില്ലെങ്കിൽ അത് വലിയൊരു നമ്മളെ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് പ്രതികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു പരാമർശം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ളത്. ഗോകുൽ, വിനീഷ്, ഇക്കാര്യത്തിൽ 104 ഈട്ടി തടികളാണ്. അതിൽ 60 വർഷത്തിനടുത്ത് മാത്രം പഴക്കമുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള മരങ്ങൾ മുറിക്കാനുള്ള ഉത്തരവിനെ മറയാക്കി വർഷങ്ങൾ പഴക്കമുള്ള കോടികൾ മൂല്യമുള്ള മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. ഈ കാര്യത്തിൽ, ഈ കേസിൽ ഇനി പ്രോസിക്യൂഷന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കൂടിയാണ് ഈ പരാമർശങ്ങൾ. ഈ വിധിയുടെ പകർപ്പ് പുറത്തു വരുമ്പോൾ അതിൽ സൂചിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും. തീർച്ചയായും അത് നമുക്കറിയാം. കഴിഞ്ഞ ഈ കേസ് അന്വേഷിച്ചിരുന്ന ഈ പോലീസ് കേസ് അന്വേഷിച്ചിരുന്ന DYSP ബെന്നിയെ നമുക്കറിയാം. ബെന്നിയെ മറ്റ് 2 കേസുകളിലും ഈ പ്രതികൾ കൊടുക്കാൻ ഒരു ശ്രമം നടത്തി. അതിലൊന്ന് പൊന്നാനിയിലെ ഒരു വീട്ടമ്മയുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് അതിലെ CIയെ സംരക്ഷിക്കുന്നത് ഇയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ DYSP ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയിരുന്നു പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ മറ്റൊരു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിലും അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. മാത്രമല്ല, ഈ കേസ് അന്വേഷിച്ചിരുന്ന, തുടക്കത്തിൽ ഈ കേസ് അന്വേഷിക്കുകയും മരം പിടികൂടുകയും ചെയ്തിരിക്കുന്ന അന്നത്തെ മേപ്പാടി റേഞ്ച് ഓഫീസറായ MK സമീറിനെ കൊടുക്കാൻ നീക്കം നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്ന DFO ആയിരുന്ന ധനേഷ് കുമാർ IFSനെ കൊടുക്കാൻ നീക്കം നടത്തിയിരുന്നു. ഒപ്പം തന്നെ ആദ്യമായി ഇത് സംബന്ധിച്ച് ഇതിൽ ഗൂഢാലോചന നടന്നതും പ്രതികളുടെ പങ്കും പുറത്തുവിട്ടുകൊണ്ട് അന്നത്തെ ഉത്തരമേഖല CCF ആയിരുന്ന DK വിനോദ് കുമാർ, അദ്ദേഹത്തെയും ഈ കേസിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തിയതാണ്. ഒരു വിഭാഗം, നമ്മുടെ ഭരണകൂടത്തിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഈ പ്രതികൾക്കുണ്ടായിരുന്നു എന്നുള്ള തെളിവ്
തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഒരു വിധി പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇനി ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്താൽ പോലും, പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയാൽ പോലും അവർക്കൊരു ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത്രത്തോളം വളരെ നിർണായകമായ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോസ്വുഡ് ആക്ട്, അതായത് ഈ ഈട്ടിമര സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്, ജൈവ വൈവിധ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വകുപ്പുകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികളുടെ എല്ലാ വാദങ്ങളും ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ് ഈ വിധിയിലൂടെ. തീർച്ചയായും വിനേഷും ഒപ്പം പ്രസാദ് കാളിദാസിനുമാണ് വിവരങ്ങൾ നൽകിയത്. ആ 104 ഈട്ടി മരങ്ങളുടെ കാര്യത്തിൽ അതിൽ പ്രതികൾ അത് വിട്ടുകിട്ടണം, വനംവകുപ്പ് പിടിച്ചെടുത്ത ആ ഈട്ടിത്തടികൾ വിട്ടുകിട്ടണമെന്നായിരുന്നു ആവശ്യം. അത് തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയുടെ ഉത്തരവുണ്ടായി, വിധിയുണ്ടായി. അതിൻ്റെ വിധിയുടെ വിശദാംശങ്ങൾ വരുമ്പോൾ അതിലേറെ ഗുരുതരമായ പരാമർശങ്ങളാണ്. ഒപ്പം ഈ സർക്കാർ ഇറക്കിയ ഉത്തരവ്, ആ ഉത്തരവിനും നിലനിൽക്കുകയില്ല, അതിന് സാധുതയില്ല എന്നതുകൂടി ഈ ഇപ്പോൾ വരുന്ന കോടതി വിധിയുടെ വിശദാംശങ്ങൾ വരുന്നു. സ്വാഭാവികമായും ഹയർ അപ്പീലിലേക്ക്, ഉന്നത കോടതികളിലേക്ക് പോയാൽ പോലും പ്രതികൾക്ക് അത് വലിയ തിരിച്ചടിയാകുന്ന, അവർക്ക് കുരുക്കാകുന്ന പരാമർശങ്ങൾ, കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിധിപ്പകർപ്പിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.